മനുഷ്യ ആവാസ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭവനം എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയുടെ ശൂരനാട് എന്ന് പറയുന്ന ഗ്രാമത്ത്, അതും പാടത്തിനോട് ചേർന്ന് അതിമനോഹരമായി പണി കഴിക്കപ്പെട്ട ഒരു ഭവനത്തിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. ആവാസ് ബിൽഡേഴ്സ് തീർത്ത ഈ ഭവനം സുജിത് പുതിയടത്തിൻ്റെയാണ്. പുതിയ വീടിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. സുജിത്തിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അതേപടി പാലിച്ച് സമയപരിധിക്കുള്ളിൽ നിശ്ചയിച്ച തുകയ്ക്കുള്ളിൽ തീർത്ത ആവാസ് ബിൽഡേഴ്സിൻ്റെ ഓണറെ കൂടി പരിചയപ്പെടാം. വീടെന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്. ഇവിടെ സുജിത്തേട്ടൻ ഞങ്ങളെ സമീപിച്ചത് ഒരു ട്രഡീഷണൽ വീട് വേണം, ഏകദേശം 4 ബെഡ്റൂം തന്നെ വേണം, ഒരു മറ്റുള്ള കോമണായിട്ട് വരുന്ന എലമെൻറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായ ഒരു ട്രഡീഷണൽ ഔട്ട്ലുക്ക് വേണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളെ സമീപിച്ചത്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ഈ നമ്മുടെ മനസ്സിൽ കണ്ട ആ ഒരു ചിത്രം അതിനെ റിയലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അതിൻ്റെ ഒരു ഔട്ട്ലുക്കാണ് ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണുന്നത്. ഒരുപാട് കീ എലമെൻറ്റ്സ്, ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അതിന് ഓരോന്നിനും അതിൻ്റേതായ ബെനിഫിറ്റ്സ് നമ്മുടെ മനസ്സിൽ കണ്ട, സുജിത്തേട്ടൻ മനസ്സിൽ കണ്ടത് നമുക്കത് വിഷ്വലൈസ് ചെയ്തെടുക്കാനും അതിനെ റിയലൈസ് ചെയ്തെടുക്കാനും നമുക്ക് സാധിച്ചു. അത് എൻ്റെ മാത്രം കഴിവല്ല, എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ എൻജിനീയേഴ്സും അവരുടെ കൂടെ അവരുടെ ഓരോ വാക്കുകളും അക്ഷരം പെടുത്തി അനുസരിച്ച വർക്കേഴ്സിൻ്റെ കൂടെയാണ്. അതുപോലെ തന്നെ ഏതൊരു ആവശ്യത്തിനും സുജിത്തേട്ടനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി രശ്മി ചേച്ചിയും അതുപോലെ സുജിത്തേട്ടൻ്റെ ഫാദറും ഒക്കെ ഞങ്ങൾ ഫുൾ സപ്പോർട്ടീവായിട്ട് നിന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഈ വീട്. ആരാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്ന് കൂടി പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീടെന്ന് പറയുന്ന സങ്കല്പവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിച്ചതാണ് നമുക്ക് ഒറ്റ നിലയിലൊരു വീട് വേണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ മുന്നോട്ടെത്തി നമ്മൾ ആവാസ് ബിൽഡേഴ്സുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കും നല്ല രീതിയിലൊരു കൺസെപ്റ്റ് നമുക്ക് തരാൻ പറ്റി. എന്താണോ ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ എനിക്ക് ഒരു ഫൈനൽ ഔട്ടും കിട്ടി. ഞാനതിൽ തൃപ്തനാണ്.